പാകിസ്ഥാന്റെ എക്കാലത്തെയും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും നമ്മളോട് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും സമയം കിട്ടുമ്പോൾ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ തീവ്രവാദമൊക്കെ കയറ്റി അയച്ച് ഇവിടെ ഒരു അശാന്തി സൃഷ്ടിക്കുക, അങ്ങനെ പാകിസ്ഥാൻ ജനതയെ ഒന്നിച്ചു നിർത്തി ഭരണകൂടത്തിന് മുന്നോട്ട് പോയി. ഇത് അവരുടെ തന്ത്രമാണ്. മാത്രമല്ല ഇസ്രായേലും പാകിസ്ഥാന്റെ ശത്രുതാ ലിസ്റ്റിലുള്ളതാണ്. ഇസ്രായേൽ പലതവണ പാകിസ്ഥാനെ ആക്രമിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ തന്ന, ഇപ്പോൾ മാത്രമല്ല പണ്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സമയത്ത് മുതൽ അത്തരം ചില സൂചനകൾ നൽകാം. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് ഇന്ത്യയും ഇസ്രായേലിനെയും തീർക്കണം, അല്ലെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന രീതിയിലാണ്. അപ്പോൾ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുന്നു. ആ ജൂതരാജ്യം ഇന്ത്യയായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കൈകോർക്കുന്നു, പരസ്പരം സൈനിക സാമ്പത്തിക സഹകരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പാകിസ്ഥാൻ വല്ലാത്ത ഒരു ആശങ്കയിലാണ് അല്ലേ? അതെ, ഇപ്പോൾ ഓൾറെഡി ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് പാകിസ്ഥാനും സൗദിയും തുർക്കിയും കൂടി. അപ്പം അത് പിന്നെ ഇപ്പൊ പൊതുവിൽ ആൾക്കാർ വിളിക്കുന്നത് മുസ്ലിം നെയ്റ്റോ എന്നാണ്. ആൾക്കാർക്ക് വിളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. പക്ഷെ ഒഫീഷ്യൽ നെയിം മെക്ക ജോയിന്റ് ഡിഫൻസ് അഗ്രിമെന്റ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചിലരൊക്കെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കും, ചിലരൊക്കെ മലബാർ കലാപം എന്ന് വിളിക്കും, അത് തന്നെ ചിലർ മാപ്പിള ലഹള എന്ന് വിളിക്കും. അപ്പോൾ അതേപോലെ പേരിടുമ്പോൾ ഇത് മുസ്ലിം നേറ്റോ എന്നാണ് വിളിച്ചിരിക്കുന്നത്, മാപ്പിള നേറ്റോ എന്ന് വിളിച്ചിട്ടില്ല എന്ന് മാത്രം. അതിൻ്റെ അടുത്ത് വരെ എത്തിച്ചിട്ടുള്ളൊരു വിളിയാണ്, അത് കോമൺ ആയിട്ട് അങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ നെയിം ഈസ് മെക്ക ജോയിന്റ് ഡിഫൻസ് അഗ്രിമെന്റ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ട്രീറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെ നേറ്റോ എന്ന് തന്നെ ഇവരും പേരിടാനുള്ള, ആ പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേറ്റോയുടെ നിയമാവലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആർട്ടിക്കിൾ 5 എന്ന് പറയും. ആർട്ടിക്കിൾ 5. അപ്പോൾ ആർട്ടിക്കിൾ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേറ്റോയിൽ ആരെയെങ്കിലും ഒരാളെ ആക്രമിച്ചാൽ, എനി വൺ മെമ്പറിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവറി വൺ ഈസ് അറ്റാക്ട് എന്നുള്ള രീതിയിൽ കാണുകയും എല്ലാവരും കൂടി ചേർന്ന് ആ ശത്രുവിനെ നേരിടുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതേ പോളിസി തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ 3 രാഷ്ട്രങ്ങളും, പാകിസ്ഥാൻ, സൗദി, തുർക്കി, ഈ രാഷ്ട്രങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നേറ്റോ, മുസ്ലിം നേറ്റോ എന്നുള്ള പേരിൽ ചിലരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, ഖ്വാജ മുഹമ്മദ് അസീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ വേറൊരു പേരുണ്ട്, മോട്ടർ മൗത്ത് എന്നാണ് വിളിക്കുന്നത്. മോട്ടർ, അതായത് അദ്ദേഹം വായ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ മോട്ടർ അടിക്കുന്ന പോലെ, പിന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ മോട്ടർ മൗത്ത് എന്ന് അവിടെ ആ രാജ്യത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഈ സിഗ്നേച്ചറും മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ 3 പേരും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, തുർക്കിയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു രജബ് തയ്യബ് എർദോഗാൻ, പിന്നെ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBS എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ സൽമാൻ. ഇവരെല്ലാവരും കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിക്കാനിട വന്നു. പാകിസ്ഥാൻ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ മുഹമ്മദ് അസീഫ് അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞത്, ദി പ്രൈമറി ഗോൾ ഈസ് ടു ക്രിയേറ്റ് എ യുണൈറ്റഡ് ഇസ്ലാമിക് മിലിറ്ററി ഫ്രണ്ട് ടു ഹോൾഡ് ആൻഡ് ചെക്ക് ദി അതോറിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇസ്രായേൽ എന്നാണ്. അപ്പോൾ ഇന്ത്യ ആൻഡ് ഇസ്രായേലിനെ ചെക്ക് ചെയ്യണം, പിടിച്ചു നിർത്തണം, പിടിച്ചു കെട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതുവഴി. അപ്പോൾ അതിൽ ഇന്ത്യയെ പറ്റി അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ് ഇന്ത്യ ടെററിസം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പാകിസ്ഥാനെ പറ്റി പറയാറുണ്ട്, അത് തന്നെ അദ്ദേഹം ഇങ്ങോട്ടും പറയാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഭയങ്കര ക്രോസ് ബോർഡർ ടെററിസമാണ്. ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും ഇന്ത്യക്കാർ അങ്ങോട്ട് കടന്നിട്ട് അവിടെ ടെററിസം നടത്തുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അവർ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ടെററിസം നടത്തുന്നത് ഒന്ന് ബലൂചിസ്ഥാനിലും മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനിലുമാണ്. അപ്പോൾ ബലൂചിസ്ഥാനിൽ അക്രമങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ട ആയുധങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യയാണ് ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഇന്ത്യയെ പറ്റിയുള്ള കംപ്ലൈൻറ്റ്. അതേസമയം അഫ്ഗാനിസ്ഥാനെ പറ്റി അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിനെ പറ്റി പറയുന്ന കംപ്ലൈൻ്റ് ഉണ്ട്. ഓക്കെ, ഇന്ത്യയെ പറ്റി ഒരു കംപ്ലൈൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അത് അഫ്ഗാനിസ്ഥാനിലേക്കും നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നു, സൗകര്യങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് അഫ്ഗാനിസ്ഥാനെ കൊണ്ട് പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിക്കുന്നു. അപ്പോൾ ഇന്ത്യയോടുള്ള 2 ദേഷ്യമാണുള്ളത്. ഒന്ന് ബലൂചിസ്ഥാനിൽ ടെററിസ്റ്റിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു, മറ്റത് അഫ്ഗാനിസ്ഥാനിൽ പ്രോക്സികൾ വെച്ചിട്ട് പാകിസ്ഥാനെതിരെ ആക്രമിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യണം. പിന്നെ ഉള്ള ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലി അഗ്രഷൻ ഇൻ ദി മിഡിൽ ഈസ്റ്റ്, അവിടെ ഹമാസിൻ്റെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഇവർ ഒരുപാട് അന്യായങ്ങൾ കാണിക്കണം. അതുകൊണ്ട് ഈ 2 രാജ്യങ്ങളെയും നിയന്ത്രിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് ഖ്വാജ മുഹമ്മദ് അസീഫ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെക്ക ജോയിന്റ് ഡിഫൻസ് അഗ്രിമെൻറ്റിൻ്റെ ഒപ്പിടൽ ചടങ്ങ് കഴിഞ്ഞിട്ട് ബാക്കി ചർച്ചകളിൽ പറഞ്ഞിരിക്കുന്ന
കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, മുസ്ലിം കൺട്രീസ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ബൈപ്പാസ് ദി ഇൻറ്റേർണൽ പ്രോബ്ലംസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മറന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ബാക്കി ശത്രു രാജ്യങ്ങളെ നമ്മൾ നേരിടണം എന്നാണ് പറയുന്നത്. അപ്പം നേറ്റോയുടെയും പോളിസി അത് തന്നെയാണ്. അവർ ഇഫ് വൺ ഓഫ് ദം ഈസ് അറ്റാക്ട് ഇറ്റ് ഈസ് ലൈക്ക് അറ്റാക്കിങ് എവരി വൺ എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ആർട്ടിക്കിൾ 5 ഉണ്ട്. അപ്പോൾ അത് തന്നെ ഇവരും ഫോളോ ചെയ്യുന്നു. പക്ഷേ ഇന്ത്യ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളത് എന്താണ്, UNSC അതായത് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു പ്രമേയമുണ്ട്. അത് ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഡിസ്മാൻഡിൽ ടെറർ ക്യാമ്പ്സ്. പാകിസ്ഥാൻ ഇന്ത്യയുടെ ടെററിസത്തെ പറ്റി കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, പക്ഷേ യുണൈറ്റഡ് നേഷൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് അകത്തുള്ള ടെറർ ക്യാമ്പ്സ് ഡിസ്മാൻഡിൽ ചെയ്യണമെന്ന്. ഞങ്ങൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രപ്പോസലാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്ക് ബലൂചിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രശ്നം ഉണ്ടാവും, അതിലേക്ക് ഞങ്ങളെ വലിച്ചഴക്കേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പൊസിഷൻ. പിന്നെ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിക്കഴിഞ്ഞാലും, പാകിസ്ഥാനിലെ തന്നെ ഉള്ള കാര്യമായി കഴിഞ്ഞാലും, അവിടെയുള്ള ആൾക്കാർ പലരും പറയുന്നത് ഈ ഖ്വാജ ആസിഫിൻ്റെ, ഡിഫൻസ് മിനിസ്റ്ററുടെ മോട്ടോർ മൗത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വളരെ ബിസാർ ആയിപ്പോയെന്ന്, വളരെ അതീവ വിചിത്രമാണ്, യാഥാർത്ഥ്യങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇതിലെ മെയിൻ ഒരു സിഗ്നറ്ററി പണം ഒക്കെ ഒഴുക്കാൻ പോണത് സൗദി അറേബ്യയാണ്. ആ സൗദി അറേബ്യ ഇന്ത്യയായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ സൗദി അറേബ്യയോട് ഈ ഭാഷ ഇന്ത്യയെ പറ്റി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത് തന്നെയല്ല, സൗദി അറേബ്യ തന്നെ ഇന്ത്യയുടെ ഈ ഫിയർ ഉള്ളത് മുഴുവൻ അത് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ ഈ ഇങ്ങനെയൊരു സന്ധി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ട്രീറ്റി ഉണ്ടാക്കുന്നതിൽ ഇന്ത്യയുമായിട്ടുള്ള യാതൊരു എതിർപ്പും ഇതിൽ ബാധകമല്ല. അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ സൗദി അറേബ്യയിലേക്ക് മറ്റേ ഹൂത്തികളെ കൊണ്ട് കിടക്കപ്പുറത്തില്ലാത്തൊരു കണ്ടീഷനാണ്. എപ്പോഴും മിസൈൽസ് വരുന്നു, മറ്റത് വരുന്നു, മറിച്ചത് വരുന്നു, അവരുടെ അരംകോ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ. അതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതേപോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് സൗദിനെ സഹായിക്കാൻ പോകണമെന്നാണ്. പക്ഷേ പാകിസ്ഥാന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഹൂത്തി അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ തിരിഞ്ഞു വന്നു. ഇപ്പോൾ വീണ്ടും ഇത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഭയങ്കര ഷൈൻ ചെയ്ത് നടക്കായിരുന്നു. പക്ഷേ ഹൂത്തികൾ വീണ്ടും അരംകോ ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ യമനിൽ തന്നെ അവിടുത്തെ ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ പട്ടാളക്കാരെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. എബൌട്ട് വിച്ച് പാകിസ്ഥാൻ ഡസൻ റിയാക്ട് ഇൻ എനിവേ. പാകിസ്ഥാൻ ഇത് അറിഞ്ഞോട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പോൾ പാകിസ്ഥാൻ ഇതൊരു അവസരമാക്കി എടുക്കണം. നമ്മൾ പണ്ട് ആനയെ കണ്ണുപൊട്ടന്മാരെ ആനയെ കാണാൻ പോയെന്ന് പറയില്ല. ചിലർ പാമ്പ് പോലെ ഇരിക്കണം എന്ന് പറയും, വാലുമ പിടിച്ചിട്ട്, ഈ കാലുമ പിടിച്ചിട്ട് തൂണ് പോലെ ഇരിക്കണം എന്ന് പറയും, മേത്ത് തൊട്ടിട്ട് ഭിത്തി പോലെ ഇരിക്കണം എന്ന് പറയും. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഇന്റർപ്രിട്ടേഷനാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മെക്ക ജോയിന്റ് ഡിഫൻസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂത്തികളും മറ്റുള്ളവരൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. പാകിസ്ഥാൻ ഇതൊന്നും അറിഞ്ഞോട്ടില്ല. അവർ പറയുന്നത് നമുക്ക് ഇന്ത്യനെ ആക്രമിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയെ ഒതുക്കാം, ഇസ്രായേലിനെ ഒതുക്കാം. ഈ രീതിയിലാണ് പാകിസ്ഥാൻ പറയുന്നത്. പിന്നെ കൂട്ടത്തിൽ ഉള്ളത് തുർക്കിയെ ആണ്. അപ്പോൾ തുർക്കിയെ കുറേ സഹായമൊക്കെ അവർ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നടത്തിയായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ ഇത് ഇന്ത്യയെ അടിക്കാനുള്ളൊരു ആയുധമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു പ്രഖ്യാപിത ശത്രുവാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് നിലപാടെടുത്താലും അവർക്ക് പ്രശ്നമാണ്. ഇപ്പം ഇസ്രയേൽ ഇന്ത്യയുമായിട്ട് യോജിച്ചുകൊണ്ട് അവരുടെ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ, ജൂതന്മാർക്ക് അവിടെ വേണ്ടത്ര എന്താ പറയുക ആളുകൾ നിർമ്മാണത്തിന് വേണ്ട ഒരു ജനസംഖ്യയോ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണമോ ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇന്ത്യ അങ്ങോട്ട് ആ രീതിയിലുള്ള സഹായം അങ്ങോട്ട് നൽകുന്നു. അപ്പോൾ പരസ്പരം സോഴ്സ് കോഡ് ഉൾപ്പെടെ കൈമാറുന്ന രീതിയിലുള്ള ഒരു വളർച്ച, അത് എല്ലായ്പ്പോഴും പാകിസ്ഥാന് പേടിയാണ്. പാകിസ്ഥാൻ്റെ ശക്തി എന്നും അമേരിക്കയാണല്ലോ. ഈ അമേരിക്ക ഇസ്രായേൽ എടുക്കുന്ന നിലപാടിന് എതിരായിട്ട് നിൽക്കുകയില്ല. അപ്പോൾ വരുന്ന ഭാവിയിൽ പാകിസ്ഥാൻ 3, 4, 5 പ്രവിശ്യകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പാക് ഭരണകൂടത്തിന് ഇവരെ മൊത്തം നിയന്ത്രിക്കാൻ പറ്റില്ല. ഇവർക്ക് സഹായം ചെയ്യുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യയുമായിട്ട് യോജിക്കുന്നു, അതുകൊണ്ട് ഇസ്രായേലിനെയും തീർക്കണം. ഇവിടെ ഖ്വാജ ആസിഫിനെ സാർ നേരത്തെ പറഞ്ഞു, ഖ്വാജ ആസിഫ് എല്ലായ്പ്പോഴും പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്തരം പ്രകോപനം ഉണ്ടായെങ്കിൽ മാത്രമേ പാക് ഭരണകൂടത്തെ ജനങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ കശ്മീരിൽ എന്തെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ ഭീകരവാദികൾ മുംബൈയിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളെല്ലാം ഒന്നിച്ച് നിർത്തുന്നു. എന്നിട്ട് പാക് ഭരണകൂടം പറയുന്നത്, കണ്ടോ ഞങ്ങൾ ഇത് ചെയ്ത് കണ്ടോ, നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലാത്ത സമയത്ത് പാക് ഭരണകൂടം അവിടെ ചൂഷണമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ പാക് പഞ്ചാബ് പോലെയുള്ള
പ്രവിശ്യകൾ വളരെയധികം പുരോഗമനം ചെയ്തു. ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലോ ഈ POK പോലെയുള്ള പ്രദേശങ്ങൾ അധോഗതിയിലേക്ക് പോവുകയാണ്. അവർക്ക് ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഇല്ല, ഫുഡില്ല, എന്തിന് ഈ കുടിവെള്ളത്തിന് പോലും അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പുറത്തേക്ക് പോകുമ്പോൾ ബലൂചിസ്ഥാൻ മേഖല എത്രയോ കാലമായിട്ട് ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ്, ഞങ്ങളുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം അത് അടുത്ത ദിവസം വരുന്നു, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ആർമി ഉണ്ടാകുന്നു, മറ്റ് രാജ്യങ്ങൾ ഞങ്ങളെ അംഗീകരിക്കണം. അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഇന്ത്യ ബലൂജി എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കണം. ഇന്ത്യ അംഗീകരിച്ചാൽ ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിക്കാൻ വരും. അപ്പോൾ ഇസ്രയേലും ഞങ്ങളുടെ കൂടെ നിൽക്കും. ഇവിടെ അമേരിക്ക പറയുന്നതിനെ കേൾക്കാത്ത ഒരു രാജ്യമായിട്ട് ഇപ്പോൾ ഇസ്രയേൽ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എന്ന് ട്രംപ് ഒരു അസന്നിഗ്ധമായിട്ട് പറയുന്നു, അന്ന് ഇസ്രയേൽ അവരുമായിട്ടുള്ള ബന്ധം തീർക്കും. മാത്രമല്ല അവർ പറയുന്നതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ശത്രുപക്ഷത്താണോ പാകിസ്ഥാൻ, എങ്കിൽ ഞങ്ങൾ കയറി അടിക്കാം എന്ന് പറയുന്ന ഇസ്രയേൽ ഒരു തീരുമാനം എടുക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഖ്വാജ ആസിഫ് പറയുന്നതും ഇന്ത്യയും ഇസ്രയേലിനെയും ഒരുപോലെ ഭയപ്പെടേണ്ട രാജ്യമാണ്. അപ്പോൾ ഇസ്രയേൽ സ്നേഹികളും ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകളും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ പിന്തുണ കിട്ടിയാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ ഇടിവുണ്ടാകും. മാത്രമല്ല UN പോലും പാകിസ്ഥാൻ്റെ നിലപാടുകളെ ഇപ്പോൾ ഏതാണ്ട് റിജക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ ഭരണകൂടത്തിന് എത്ര കാലം ഈ പാക് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? വളരെ റിസ്കിയാണ് സിറ്റുവേഷൻ. അവർക്ക് ആകെ ഒരു സൊല്യൂഷൻ ഉള്ളത് ഇതാണ്, ഒരു സർവ്വരോഗ സംഹാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ ഇങ്ങോട്ട് വിടുക. ഇതൊക്കെയാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അവിടെയുള്ള ഇന്റേണൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മാർഗം എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് ശത്രുത പുലർത്തുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ ശത്രുത മുന്നിൽ വെച്ചുകൊണ്ട് കുറേ നീക്കങ്ങൾ നടത്തുക, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. എത്ര പ്രാവശ്യം ശ്രമിച്ചു അവർ, പക്ഷെ വിജയിച്ചില്ലല്ലോ ഇന്ത്യ ആക്രമിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.